ആണ്ടി വേണ്ടത് ഉമ്മക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണ്. സോ എൻ്റെ കാർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളത് ഉമ്മൻ്റെ കാറല്ലേ. സോ അതിന് കുഞ്ഞു പോലെയാണ് സൂക്ഷിക്കുന്നത്. ഇപ്പം ഇതിന് ചക്കുളി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാം ആയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാന്ന് അതിനാ പറയുന്നത്. ഓമണിക്കുന്നതിന് തന്നെ ഓമണിക്കണം കുട്ടിയല്ലേ, അല്ലെങ്കിൽ തലമോള് കയറിട്ടിരിക്കും. ചന്നുണ്ടാകാം ബട്ട് വീടൊക്കെ നല്ല രസമായിട്ട് കേൾക്കില്ല. ബടിയെടുക്കുക ഉമ്മ ബടിയെടുക്കുക എങ്ങനെ ആക്കിയാലോ ഉപദ്രവിക്കട്ടെ. ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട് തപ്പൽ സെക്കൻഡ് ഡേയ്സ് ആണ്. ഇന്നലെ വീടൊക്കെ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റീസ് ആൻഡ് റോഡ് അത്ര ശരിയല്ല. അപ്പോൾ നമ്മൾക്ക് വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടാണൊക്കെ അവിടെയൊക്കെ പെട്ടെന്നൊക്കെ വരാൻ പോകാനൊക്കെ. അപ്പോൾ നമ്മളത് വേണ്ട, അതല്ലാതെ അത്രയും ചെറിയ വേറൊരു ഹൗസ് ആയിരുന്നല്ലോ, അതിനൊക്കെ എത്ര ബഡ്ജറ്റ് കൊടുത്തിട്ട് ഒരു ഫെസിലിറ്റീസ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് വേറൊരു വീടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നോക്കിയിട്ട് ചില ആൾക്കാർക്ക് ഇവിടെ മുസ്ലിംസിന് വീട് തരുന്നില്ല, ചില ആൾക്കാർ നല്ല വീടൊക്കെ കിട്ടി. പക്ഷെ ഫൈനലായിട്ട് പറയുന്നത് മുസ്ലിംസിന് വീടില്ല, മുസ്ലിംസിന് വീട് തരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മുസ്ലിമോ ഹിന്ദു അതൊന്നും പ്രശ്നമൊന്നുമില്ല, അവർക്ക് ആരാണെങ്കിലും ഓക്കെയാണ്. അപ്പോൾ ആ ഒരു വീടാണ് തപ്പാൻ പോകുന്നത്. ഇത് ഫുൾ ഫർണിഷ്ഡ് വീടാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി ഒരു ഫർണിഷ്ഡ് 1 BHK ഉള്ള ഒരു ഫർണിഷ്ഡ് ഉണ്ട് എൻ്റെ അടുത്ത് ഓൾറെഡി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ഞാൻ പോകുന്നത് ഫുൾ ഫർണിഷ്ഡ് ആണ്. അപ്പോൾ അതും ഇത്ര അവർ ബഡ്ജറ്റ് പറയുന്നുണ്ട്. എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പാർക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും വാങ്ങാൻ നോക്കുന്നു. പിന്നെ ഇത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഡെയിലി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വീട്ടിലേക്ക് പാർട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇത് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നതാണ് ഇന്നലെ നാളെ. അപ്പോൾ അവർ പൈസ നമുക്ക് തരുമ്പോൾ 2 days ഒക്കെ ആവും, 2-3 days ഒക്കെ ആവും. അപ്പോൾ 2-3 days ആയപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വീടും നോക്കണം, ഒരു 15 days അവരോട് ടൈമും കേൾക്കണം. പിന്നെ എനിക്ക് കയ്യിൽ പൈസ കിട്ടാതെ ഒന്ന് വീടൊന്നും നോക്കാൻ പറ്റില്ലായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലെ കളിച്ചിട്ട് ഒരുപാട് ടോക്കൺ അഡ്വാൻസ് ഒക്കെ കൊടുത്തതൊക്കെ ഞാൻ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പൈസ കയ്യിൽ വന്നാൽ മാത്രം ഞാൻ വീട് നോക്കുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു. സോ അങ്ങനെയാണ് കേട്ടോ, പൈസ കയ്യിൽ അതായത് അവർ വാങ്ങി എന്നുള്ള കൺഫേം ആയ ശേഷമാണ് ഞാനിവിടെ സീരിയസ് ആയിട്ട് വീടൊക്കെ നോക്കുന്നത്. സോ ഇന്ന് ഞാൻ പോകുന്നുണ്ട് വീട് നോക്കാൻ. അപ്പോൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഏരിയ കാര്യങ്ങൾ അടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് അവിടുത്തെ അവസ്ഥകൾ നോക്കാനൊക്കെ ഉള്ളത്. പിന്നെ ഉമ്മാക്ക് വീട് സൗകര്യത്തിൻ്റെ കാണ്ടി വേണ്ടത് ഉമ്മക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് ആണ്. സോ എൻ്റെ കാർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളത് ഉമ്മൻ്റെ കാറല്ലേ. സോ അതിന് കുഞ്ഞു പോലെയാണ് സൂക്ഷിക്കുന്നത്. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ താണല്ലോ, ഇവിടെ ഉള്ള അപ്പുറത്ത് അതായത് നമ്മൾ വേറെ ആൾക്കാരെ ഭിത്തിലുള്ള അവർക്ക് അറിയുന്ന എൻ്റെ അടുത്ത് ഇറിറ്റേഷനാണ്. എൻ്റെ കാർ അവിടെ അത് തേങ്ങ വീണാലോ അത് വീണാലോ ഇത് വീണാലോ എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത് ഇപ്പോൾ കാർ പാർക്കിംഗ് മസ്റ്റാണ്. പിന്നെ എൻ്റെ 2 വീലർ ഉണ്ടോ അതും എനിക്ക് മസ്റ്റായിട്ട് പാർക്കിംഗ് വേണം. പിന്നെ ആർക്കും ഇറിറ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എവിടെയെങ്കിലും പോയാൽ നമ്മളെ പാടായി നമ്മളെ വീഡിയോ കാര്യങ്ങളും ഫുഡ് ഉണ്ടാക്കലും കുട്ടികൾ സ്കൂൾ അയക്കാലും ആരുടെ മടി വയ്ക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെ ആർക്കും ഒരു ഇറിറ്റേറ്റ് ആവാത്ത പോലെ വേറെ ആൾക്കാരുടെ വീട്ടിലൊക്കെ കാർ വയ്ക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ, എന്നും അവിടെ പോകണം, വണ്ടി എടുക്കണം, എന്തെങ്കിലും അവരെ ഭിത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്നുള്ളൊരു അങ്ങനെയൊക്കെയെല്ലാം ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നോക്കാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വൺസ് അഗൈൻ ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. പിന്നെ ഈ വീട് ലീസ് ഹൗസ് എന്ന് പറയുന്നത് ഞാൻ, എൻ്റെ ഫാമിലി, എൻ്റെ ഉമ്മ, എൻ്റെ ബ്രദർ, നമ്മൾ 3 ആൾക്ക് വേണ്ടിയാണ് കേട്ടോ. ബ്രദർക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യമുള്ള ഒരു സൗകര്യമുള്ള വീട് തന്നെ നോക്കണം. ഇല്ലെങ്കിൽ വന്ന പെണ്ണിനും ഇപ്പോൾ ആരും വരുന്ന പെൺകുട്ടികളാരും അസൗകര്യമുള്ള വീടുകളൊന്നും സമ്മതിക്കുന്നില്ല, അവർക്കും സൗകര്യം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസുള്ള വീടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനാണെങ്കിൽ എനിക്ക് 2 കുട്ടികളുണ്ട്, സെപ്പറേറ്റ് റൂം വേണം. ഉമ്മക്ക് സെപ്പറേറ്റ് റൂം വേണം. അനിയനും അനിയൻ്റെ വൈഫ് സെപ്പറേറ്റ് റൂം വേണം. പിന്നെ അവരെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അവരെ കൂടെ നിൽക്കണോ വേണ്ടയോ അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതാണ് ദുആ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ വേറൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊക്കെ കാര്യങ്ങൾ നോക്കാം. കുറച്ച് കോഫിയാണ് ഉമ്മൻ്റെ ചായ,
കട്ടനാണ് അവിടെ ചൂടുണ്ടല്ലോ ചൂടുണ്ടോ ഇതിന് ചക്കുലി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ അവിടുത്തെ ഭാഷയിൽ എന്താണ് പറയുന്നത് പറയട്ടോ. ഇതിന് ചക്കുലി എന്ന് വിളിക്കും മാംഗ്ലൂരിലൊക്കെ. ചക്കുലി ബാ കട്ടൻ സത്യമായിട്ട് ചുടുവെള്ളത്തിൽ ചായ പൊടി ഇട്ട് തന്ന പോലെ ഉണ്ട് കേട്ടോ. ചുടുവെള്ളത്തിൽ ചായ പൊടി ഇട്ട് തന്ന പോലെ. പഞ്ചസാര വെള്ളം അതിൽ കൊള്ളുക. റെഡി ആവാണ് ഉമ്മ. റെഡി ആവുമ്പോ ടൈമായി. മാസ്ക് എന്തിനാ ഇടുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല കേട്ടോ, എലർജിയാ. വെറുതെ പുറത്തു പോകുമ്പോൾ ഒരു മാസ്ക് വെറുതെ ഇടും, പരിചയം കിട്ടാതിരിക്കാൻ വേണ്ടി. പെട്ടെന്നൊരു പരിചയം വേണ്ട എന്നുള്ളത് മാസ്ക് ഇട്ട് പോകുന്നത്. അപ്പോൾ ബാ ചോബി ಇವಾಗ ಇದು ಅಪಾರ್ಟ್ಮೆಂಟ್ ಬಲ್ಲವ, ಇದು ಅಪಾರ್ಟ್ಮೆಂಟ್ ಏರಿಯಾ ಕಾರ್ ಪಾರ್ಕಿಂಗ್. ಇದು ಮೊಬೈಲ್ ವೀಡಿയോ എടുക്കണത്താ, ഹൗസിൻ്റെ വീഡിയോ എടുത്തത്. മൊബൈൽ ഹൗസിൻ്റെ വീഡിയോ എടുക്കണേ. അപ്പോൾ ഇതാ നോക്കാൻ പോകട്ടോ ഹൗസ്. അപ്പോൾ അറിയില്ല എന്താണെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അറിയാണ്ട്. ഒരു ബെഡ്റൂം, ഇതൊരു ടോയ്ലറ്റ്, ഇതൊരു അത് വിട് അവിടെ. ഇതൊരു റൂമ്, ഇതൊരു റൂമ്, ഇത് കിച്ചൺ. അതിലെ ഉണ്ട്, ഇതിലെ ഉണ്ട് ഞങ്ങളുടെ കൊടുക്കുക. ഓ ಇದು ಎಂದೂ ಸಾಮಾನ್ಯ ನಮ್ಮ ಹೋಗಕ್ಕಿಲ್ಲ. ಅಪ್ಪ ಇನ್ನಾರುಲ್ಲ ಇಪ್ಪ ಇಲ್ಲ ಅದೆಲ್ಲ ಉಂಟು ಹಂಗೆ ಒಂದು ಎಡ್ಕಿಲ್ಲ ಬಿಡ್ರಿ ಎಲ್ಲ ಯೂಸ್ ಆಗ್ತದೆ. ಬಿಗರ್ ಹಾಲ್ ಹಾಲ್ ಹಾಂ ಹಾಂ പിന്നെ അത് വാ ഇത് ശരിയാണ് ഇങ്ങനെ ಕುಡಿ ಅಷ್ಟು ರೂಮ್ ಇದೆ. ಎಂದ್ರೆ ತುನಿಯೆಲ್ಲ ಉಂಟು ಉಂಟಂಗೆ ಉಲ್ಲಾರಂಟು ಉಲ್ಲ ಗಂಟು ಉಲ್ಲ. ഒരു എ സി ഉണ്ട്, സോഫ ഉണ്ട്, ബെഡ് ഉണ്ട്. ഇതിലൊരു എ സി ഉണ്ട്. പിന്നെ മക്കൾക്ക് സ്റ്റഡി ടേബിൾ പോലെ അതിൻ്റെ കബോർഡുണ്ട്. ഇതെല്ലാം ജനറൽ കബോർഡുണ്ട്. ജനറൽ കബോർഡിൽ ടി വി ഉണ്ട്. റൂം അപ്പോൾ കണ്ടില്ലിതാവാ ചന്ത ഉണ്ടാകാം. ബട്ട് വീടൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവരെ ഞാൻ അവളോട് അത്രയൊന്നും ഇല്ലാത്തത് കൊണ്ട് 15 സംസാരിക്കുമെന്ന് കേൾക്കാം. പക്ഷെ വീടൊക്കെ ഓക്കെയാണ്, അപ്പാർട്ട്മെൻറ്റാണ്, സേഫാണ്. കിച്ചണ്, പിന്നെ കിച്ചൺ ക്യാബിനറ്റ് എനിക്ക് നിർബന്ധമായിട്ട് വേണമായിരുന്നു. ഇത് സേഫാണ്. ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. അങ്ങനെ ഗൈസ് വീടൊക്കെ നോക്കി വന്നിട്ടോ. ഞാൻ വീട് നോക്കി വന്നിട്ട് ഭയങ്കര ഡിസ്കസ്സാണ്. പിന്നെ അവിടെ മെമ്പേഴ്സിൻ്റെ ലിമിറ്റ് ഉണ്ടോ, ഇത്ര മെമ്പേഴ്സ്, മെയിൻ്റെനൻസ് ഉണ്ടോ. പക്ഷെ അത് എനിക്കല്ല, എനിക്ക് ഉമ്മാക്കും ബ്രദർക്കാണ്. അപ്പം ഞാൻ പറയുന്നത് ഞാൻ മാറാന്ന്, കുട്ടികളായിട്ട് മാറി താമസിക്കാം. ഉമ്മാക്കും ബ്രദർക്കാണ്. അപ്പം ഞാനാണെങ്കിൽ മാറിയിട്ട് റെൻറ്റിക്ക് പോവാന്ന് പറയുന്നത്. അതാണ് നല്ലതെന്ന് തോന്നുന്നത്. കുട്ടികളുള്ളതല്ലേ, അവിടെ തന്നെ അടുത്ത് എവിടെയെങ്കിലും റെൻറ്റ് നോക്കാമെന്ന്. പിന്നെ അതാണ് കാര്യങ്ങൾ. വരുന്നവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. മക്കൾ വരെ ഉപദ്രവിക്കുന്നു, കുട്ടികൾ ഉപദ്രവിക്കുന്ന.
ഇവിടുന്ന് പാർസലാണ് എടുക്കുന്നത് നൂഡിൽസ്. ബോയ്സ് അല്ലേ കുട്ടികൾ കൺട്രോൾ ആക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ബോയ്സിന്റെ കൂടെ ഗേൾ വന്നിട്ട് അവളും ജോറായി, അവളും ഉഷാറായി. അവള് ഇത്ര ജോറാവുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതായത് എങ്ങനെയാണെന്നറിയോ, ഈ പാമ്പുണ്ടല്ലേ, പാമ്പ് ചേരാന്നുണ്ടല്ലോ രുചി, അത് പാമ്പുന്റെ അടുത്ത് ചേരിയാല പാമ്പാവല്ലോ. അതേപോലെ ആ പാമ്പു ഒരു മിനിമം പാവാനത്ര, പക്ഷെ അതിൽ ചേരുണ്ടല്ലോ അത് ഡബിളാണെന്ന്, ഈ മനുഷ്യത്വം ഇല്ലാന്ന്. അതേപോലെ എല്ലാം ശരി, മനുഷ്യത്വം എല്ലാം ഉണ്ടോ ഞാൻ പറഞ്ഞതാണ് ഉദാഹരണം, അതിനാ ഡബിളാണ്. വൊമിറ്റെല്ലാം ആയതുകൊണ്ട് ഇന്ന് എനിക്ക് നൂഡിൽസ് വേണമെന്ന് വാശിയാണ്. ഇന്നലെ ഫുൾ വൊമിറ്റാണ് അവൾക്ക്. പിന്നെ അവൾ ചോദിക്കുന്നോ ഇവിടെ വരെ വന്ന് പാർക്കിംഗ് ഇല്ലായിരിക്കും അല്ലേ വണ്ടിന്റെ. അങ്ങനത്തെ അവസ്ഥയാണ്. ഫുഡ് കഴിക്കുന്നല്ല കഴിച്ചത്. ഞാൻ പുറത്തു വന്നാൽ ഇവരെ കറങ്ങിപ്പിക്കാണ്, ഫുഡ് കൊടുക്കാണ്, ഇവരെ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവർ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. പുറത്തു പോയാൽ ആൾക്കാരുടെ നമ്മളെ പറയിപ്പിക്കും. അങ്ങോട്ടും കൂടെ ഓക്കെ, ചെറുതാണെങ്കിൽ പ്രശ്നമില്ല, ബുദ്ധിയില്ല. ഇത് വലുത്, അതിനാണ് ഡബല വലുത് ചെയ്യുന്നത്. വലുതാണ് ഫസ്റ്റ്, വലുത് അടങ്ങി വതങ്ങിയാൽ ചെറുതൊക്കെ ഒടങ്ങും. ഇത് വലുത് തന്നെ മറ തന്നെ വതങ്ങില്ല, ബഗ്ഗില്ലെങ്കിൽ എന്ത് ചെയ്യാം. ഓ സിസ്റ്ററും കൊണ്ട് നല്ല അടിയായിട്ട് ഇതാ ഇവൻ ഇങ്ങനെ എടുത്തിട്ട. പിന്നെ ഡ്രൈവിങ് ചെയ്യാൻ വിടൂല, എന്താ ചെയ്യുന്നത്, വെപ്രാളം എടുക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്താ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. പിന്നെ കുട്ടികളല്ലേ, അവരെ വയസ്സതാണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ തിന്ന ശേഷം വീണ്ടും ഫുഡ്, ചോറ് വെജിറ്റബിൾ തിന്നുന്ന കാര്യമാണ്. നൂഡിൽസ് തിന്ന ശേഷം എന്തെല്ലാം അവസ്ഥ. തിന്നത് ഇതന്നെ കാര്യം, വേറെ ഒന്നുമില്ല. രാവിലെ എണീച്ച് വരാ, എന്താ നീ എനിക്കാച്ചേ? ഞാൻ അവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ ആരംഭിച്ചിട്ടല്ലേ? വിശക്കുന്നു വിശക്കുന്ന പോയിട്ട് കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്ന. പിന്നെ ഒരു കൊറിയൻ കാർത്തി വന്നേക്കണം, ക്ഷമ എന്ന് പറഞ്ഞിട്ട് അൽഫാം മൂടെ മെത്തിട്ട് ബാക്കിയെല്ലാം ബുട്ട് വന്നേ പാതി. പിന്നെ ചോಬಿಡ್ದೆಲ್ಲ ಬುಟ್ಟು ಬಂದ್ರೆ ನಕ್ಕ ನಾ ಚಂದಲ್ಲ, ನಾನು ಇನ್ನಕ್ಕಾയിട്ട് അൽഫാം എല്ലാം എടുത്തിട്ട് ഇന്നലെ നക്ക് അത്ര തിന്നോകാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഒരേ പ്രാവശ്യം കഴിക്കും. ഞാൻ കഴിക്കും, ഫുഡിയാണ്, പക്ഷെ ഒരേ പ്രാവശ്യം എനിക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ചാണ് ഞാൻ കഴിക്കുന്നത്. പാട്ട് വയ്ക്കണ്ടടാ ഡ്രൈവിംഗ് സമയത്ത്. വേണ്ടാന്ന് പാട്ട് വെക്കണ്ടട്ടാ, പാട്ട് വയ്ക്കരുത്. വണ്ടി ഞാൻ ശീലിക്കൂല. ഇഷ്യൂ എല്ലാ വീട്ടിൽ വരുന്നുണ്ട്. ഇഷ്യൂ ചെയ്യുന്നത് കണ്ട ഇഷ്യൂ എല്ലാ വീട്ടിൽ വരുന്നുണ്ട് കേട്ടാ. അങ്ങനെ ആക്കരുത്. കണ്ട തുടങ്ങി. ഇതാണ് പറഞ്ഞേ കേൾക്കില്ല. ബടിയെടുക്കുക ഇങ്ങനെ ആക്കിയാലോ, ഉപദ്രവിക്കരുത്. കണ്ടാക്കുറാണ് മിണ്ടാതിരുന്നു. എല്ലാ വീഡിയോയിലും ആയിരിക്കും നിങ്ങൾ ആക്കുന്നത്. കാർ മുന്നോട്ട് പോകുന്നു. ആർക്ക് ഉമ്മക്ക് അവള് മിൽക്ക് കഴിക്കാൻ ഭയങ്കര ഇല്ലല്ലോ. നോക്കില്ല വീട്ടിൽ മലയാളം മാത്രം. ഇന്നലത്തെ ഷോപ്പിൽ വന്നിട്ട് ഇരിക്കുകയാണ് കുട്ടികൾ. ഉമ്മാക്ക് പുറത്ത് വന്നാല് തിന്നുന്നേന്ന് പറഞ്ഞാലായി. ഉമ്മ ഒന്നും മിണ്ടുന്നില്ല. ഉമ്മാക്ക് പുറത്ത് വന്നാലുണ്ടല്ലോ തിന്നുന്നേന്ന് പറഞ്ഞാലായി. എന്തോ ഒരു ഇഷ്ടമാണ്, എല്ലാവർക്കറിയാം. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പാർസൽ എടുക്കാന്ന് പറയുമ്പോ വേണ്ട എനിക്ക് അവള് മിൽക്ക് വേണം. പിന്നെ പറയാ ഇത് വീഡിയോ എടുക്ക, ബ്രദർക്ക് കാണിക്കുന്നു, എന്നാ ദേഷ്യം പിടിക്ക. കഴിച്ചതാ ഫുള്ള് വൈബാണ് കേട്ടോ. ഫുള്ള് വൈബുള്ള പ്ലേസിൽ വന്നിട്ട് ഏട്ടത്തിക്ക് കഴിക്കുന്ന പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. കണ്ട ഇത്ര ദിവസം ഞാൻ അവൾക്ക് കഴിപ്പിച്ചതില്ല. ഇപ്പൊ പറയുന്ന ഓർഡർ ചെയ്തതാ. അവള് മിൽക്ക് ഉമ്മാണ്, നൂഡിൽസ് ഞാനാണ്. ഇത് ഓതി
ഉമ്മ എനിക്ക് മാത്രം മതി, വേറെ പറഞ്ഞ് പാടണ്ട. ബാംഗ്ലൂർ വന്നാൽ ഞാൻ കഴിപ്പിക്കാന്ന്. നേരുണ്ടോ? ബാംഗ്ലൂർ വന്നാൽ ജീജിനെ വിളിച്ചിട്ടുണ്ട്. നല്ല നല്ല ഹോട്ടൽ കൊണ്ടുപോയിട്ട് തീറ്റിപ്പിക്കാൻ. അത് ഭർത്താവ് പേടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്നു. ഞങ്ങൾ പോകുന്നുണ്ടോ? അങ്ങനെ 22 ഹൗസ് ഷിഫ്റ്റ് ചെയ്യണം. നല്ലൊരു വീട് കേട്ടിട്ട് ഇത് ശരിയാവുന്നെങ്കിൽ ഇത് വാങ്ങും, ഇല്ലെങ്കിൽ ഇല്ല. Sophia. Whole milk ഇഷ്ടാണോ തന്നെ? ചോക്ക് വേണ്ട, തിന്നാണ് കേട്ടോ. ചോപ്പ് കുരിക്കുന്നു. ഇപ്പം ആറ് കുടിക്കാൻ പറഞ്ഞു. അവൾ പേടിച്ചു പോയി, നമ്മൾ വീട്ടിൽ പോകുന്നുള്ളത് ദഹിക്കാണ്ട് കഴിക്കാൻ വേണ്ടിയാ. അതെ, നല്ല റെസ്റ്റ് എടുക്കാം. ഇത് ഫേമസ് ഹോട്ടലാണ് കേട്ടോ, ഫേമസ് ഹോട്ടലേ. എല്ലാം ഈ ഫൈനൽ ഞാൻ ഡ്രൈവ് സീറ്റിലിരിക്കാന്ന്. എങ്ങനെയുണ്ട്? ഓമനിക്കുന്നത് തന്നെ ഓമനിക്കണെന്ന് പറയുന്നതാണ്. കഴിഞ്ഞില്ലേ? എല്ലാം ആയി കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാന്ന്. അതിനാ പറയുന്നത് ഓമനിക്കുന്നതിന് തന്നെ ഓമനിക്കണമെന്ന് കുട്ടിയല്ലേ, അല്ലെങ്കിൽ തലമോൾ കേറിട്ടിരിക്കും. ഇപ്പൊ 3 ബാക്കിൽ വിട്ടു. ഇപ്പൊ ഏറ്റത്തിന് ഭരിപ്പിക്കാണ്. അപ്പൊ അവളും മിൽക്ക് കുടിച്ചിട്ട് കഴിച്ചു. അപ്പൊ ഇപ്പൊ വീട്ടിൽ പോയിട്ട് നൂഡിൽസ് തിന്നുന്ന കാര്യമാണ് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് അവൾ തന്നെ സെർവ് ചെയ്യാന്ന്, ഇല്ലെങ്കിൽ കുട്ടികൾ എന്നോട് അടി വയ്ക്കുമെന്ന് കഴിക്കാൻ വേണ്ടി. അപ്പടി അപ്പൊ എന്തായാലും ഞമ്മളെ ഇതെന്ത് ഉമ്മണ്ട് ഇങ്ങനെ. ഹായ്, എന്തായാലും നമ്മൾ ഇന്ന് റെഡി ആവട്ടെ. വേണ്ടെന്ന് തോന്നി ദിവസം എടുക്കണം. എന്താ ശരി, ഓക്കെ. ഞങ്ങളെല്ലാവരും we reached at home, but yes, like a lion, like a dog. Anyway, after next വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ് കുറച്ച് കൊണ്ടുവന്ന നൂഡിൽസിൻ്റെ ടേസ്റ്റ് നോക്കണം, നൂഡിൽസ് കഴിക്കണം. അതിനുശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. കുഞ്ഞു ലോകമായിരിക്കും അല്ലേ ഇന്ന്, അത് എത്ര മിനിറ്റ്സ് ആയിരിക്കും മേ ബി അറിയില്ല. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ഉണ്ടാവും. വീണ്ടും പറയാണ് കേട്ടോ. പിന്നെ വീട് എങ്ങനെ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീട് എങ്ങനെ ഉണ്ട് എന്ന് കണ്ടത്. ഇനി 2-3 വീട് നോക്കണം. പിന്നെ കാർ വാഷ് കൊടുക്കണം. അങ്ങനെ കുഞ്ഞു പരിപാടിയൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അത് നാളത്തെ കാര്യം ഞാൻ നാളത്തെ വ്ളോഗിൽ കാണുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഞാനൊരു നാഷ്ട ഒക്കെ കഴിച്ചിട്ട് നാഷ്ട നൂഡിൽസൊക്കെ കഴിച്ചിട്ട് വീഡിയോ എല്ലാ കുട്ടികളും കൂടെ വൈൻഡപ്പ് ചെയ്യും. ಅವಳು ಓದಕ್ಕೆ ಸುಮ್ಮನೆ ಫೈನಲಿ ನೂಡಲ್ಸ್ ಲಾಸ್ಟ್ ಪ್ಲೇಟ್ ಖಾಲಿ ಮಾಡ್ತೀನಿ ಬಪ್ಪನ ಉಂಡು ಇತ್ತೆ ಪನೋರ್ಸಿ ಉಂಡು ಬಂದು ಖಾಲಿ ಅಂಡ ಏನು ತೂದುಕ್ಕೆ ಮಾಡಿದೆ പൂര വേസ്റ്റ് അന്ത മുത്തപ്പ വേണ്ടി ഭാഷ ചേഞ്ച് ചെയ്ത് സംസാരിക്കേണ്ടി വരും. അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ്. അവർക്കും മനസ്സിലാവില്ല, നമ്മൾക്കും മനസ്സിലാവില്ല.
ഫൈനലി നമ്മൾ നൂഡിൽസൊക്കെ സിസ്റ്ററൊക്കെ ഇതാക്കി ഇതാണ് സെർവ് ചെയ്തു. അതിന് എന്താ പറയുക, ഷെയർ ചെയ്തു എല്ലാവർക്കും ഒരേപോലെ ഓതി ചെയ്തു എന്ന് പറയും. ഓതി ചെയ്തിട്ട് എന്നെ വിളിക്കുകയാണ്. ഉമ്മ ഒരു സൈഡിൽ ചായ വെച്ചിട്ടാണ്. ചായ ഉമ്മ കണ്ണമ്മ കണ്ണാണ് കേട്ടോ. കണ്ണാണ് വെച്ചിട്ട് നൂഡിൽസ് ടേസ്റ്റ്. അടിപൊളിയാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചു വരട്ടെ. ഓക്കെ, അതൊക്കെ കഴിച്ചു വരട്ടെ. ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.